നീണ്ട മണിക്കൂറുകൾ ദൈവതിരുസന്നിധിയിൽ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലിയും കഴിഞ്ഞിരുന്ന ഈ അമ്മയെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് ജനങ്ങൾ വിളിച്ചിരുന്നത്. പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് എന്ന അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. കുഞ്ഞു പ്രായം മുതൽക്കേ ദൈവഭക്തിയിലും ദൈവവിശ്വാസത്തിലും ഏവരെയും അതിശയിപ്പിച്ച ഒരു കുഞ്ഞായിരുന്നു അവൾ. പരിശുദ്ധ അമ്മയുടെ അതീവ ഭക്തിയായ റോസ എന്ന് വിളിച്ചിരുന്ന എവുപ്രാസ്യാമ്മ 9-ാം വയസ്സിൽ തന്റെ കന്യകാത്വം ദൈവത്തിന് പ്രതിഷ്ഠിച്ചു. കന്യാസ്ത്രീ ആകുമെന്ന് ഉറച്ച തീരുമാനമെടുത്ത റോസ 1866 കൂനമ്മാവിൽ കർമ്മലീത്ത മഠത്തിൽ ചേർന്നു. ശാരീരിക അസ്വസ്ഥതകൾ അവളെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. 2 പ്രാവശ്യം റോസ തിരികെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു. 3-ാം പ്രാവശ്യം മാരകമായ രോഗത്താൽ തീർത്തും അവശയായെങ്കിലും തിരുക്കുടുംബ ദർശനത്താൽ അവൾ സൗഖ്യം പ്രാപിച്ചു. 1897 മെയ് 10-ാം തീയതി അവൾക്ക് ശിരോവസ്ത്രം ലഭിക്കുകയും ഈശോയുടെ തിരുഹൃദയത്തിന്റെ എവുപ്രാസ്യ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു.